നിങ്ങളുടെ മനസ്സിൽ എന്താ തന്നെ മഞ്ഞ്, നല്ല വെളുത്ത മഞ്ഞ്, പുല്ല്. മഞ്ഞ് ഇസ് ലൈക്ക് വീഴുമ്പോൾ ഒക്കെ കാണാൻ ഇത്രയും ഭംഗിയുള്ള ഒരു സാധനം വേറെ ഇല്ല. വീണ് കഴിഞ്ഞിട്ട് കാണാനും ഇത്ര ഭംഗിയുടെ സാധനമില്ല. പക്ഷെ അതിന് ശേഷമുള്ളൊരു പ്രോസസ്സുണ്ട്, ക്ലീൻ ചെയ്യൽ. ഇവിടുത്തെ സിറ്റീസ് ആളുകൾ നടക്കുന്ന സ്ഥലവും ഡ്രൈവേ ഒക്കെ ഡ്രൈവേ ഇല്ല, സൈഡ് വർക്ക് ക്ലീൻ ചെയ്താൽ ആരെങ്കിലും തെറ്റി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ ഒക്കെ വരും. നമ്മൾ ക്ലീൻ ചെയ്യണം ഗൈസ്. ഐ ടെൽ യു സംതിങ്, മഞ്ഞില്ലാത്ത കൺട്രി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കണം. അതാണ് അപ്പാർട്ട്മെൻറ്റ് ക്ലീൻ ചെയ്യും. ദിസ് ഇസ് സംതിങ് ദാറ്റ് നോ വൺ ടോക്സ് അബൌട്ട്. നമ്മൾ ടൈം എടുത്ത് സ്നോ ക്ലിയർ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. സ്നോ ഫുൾ ക്ലിയർ ചെയ്തു. ഞാൻ ഉച്ചയ്ക്ക്, നിങ്ങൾ വിചാരിക്കുന്നത് നാക്കൊഴിയുന്നത് ഞാൻ കള്ളുപിടിച്ചിട്ടുണ്ടാകുന്നു. നോ, നേച്ചറാണ്. സ്നോ തണുപ്പ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാക്കിങ്ങനെ കുഴയ്ക്കുന്നതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ നാച്ചുറലി ബ്ലഷ് ഇട്ടതാണ്. ഞാൻ ബ്ലഷ് പോയിട്ട് ബ്ലഷിൻ്റെ ബീ പോലും കണ്ടിട്ടില്ല. ആ തണുപ്പ് കൊണ്ടാണ് കൈകളൊക്കെ കണ്ടില്ലേ വിജമ്പിച്ച പോലെയായി. ലുക്ക് അറ്റ് മൈ ഫേസ്. നിങ്ങൾക്ക് ബ്ലഷൊക്കെ തീരണമെങ്കിൽ കുറച്ച് നേരം പുറത്ത് തണുത്തറിഞ്ഞാൽ മതി. യു വിൽ ഗെറ്റ് ദ നാച്ചുറൽ ബ്ലഷ്. ഹബീബി കം ടു കാനഡ എന്ന് എല്ലാവരും പറയും. ഇനി നിങ്ങൾ തിങ്ക് ചെയ്യൂ, ഡു യു വാണ്ട് കം ടു കാനഡ ജസ്റ്റ് ടു ക്ലീൻ ദ സ്നോ? ഈ വൃത്തികെട്ട ഒരു 6 മാസമുണ്ട്. 6 മാസമല്ലേ? ഉഫ്, തണുപ്പും സ്നോയും. ഫസ്റ്റൊക്കെ മഞ്ഞ് കാണാൻ എന്നാ ആകാംക്ഷയായിരുന്നു. ഇപ്പം ആകാംക്ഷ പോയിട്ട് ഷാ പോലും ഇല്ല. ഓക്കെ, സോ ഡു യു വാണ്ട് കം ടു കാനഡ? പിന്നെ എനിക്ക് എനിക്ക് പനി വരുമെന്ന് ആരും വരച്ചേണ്ട. ബിക്കോസ് യു നോ വി ഗോട്ട് യൂസ് വിത്ത് ദാറ്റ്. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ സ്റ്റേ ട്യൂൺഡ്.